ദൈവത്തെ സ്തുതിക്കുക. അദ്ദേഹത്തിന് സഹധർമ്മിണിയും അപ്രകാരം ആത്മീയ വീര്യവും പ്രാർത്ഥനാശീലവും ഉള്ള ഒരു കർത്തൃദാസിയായിരുന്നു. ആഴ്ചയിൽ മിക്ക ദിവസവും മക്കൾക്ക് വേണ്ടി, കുഞ്ഞുമക്കൾക്ക് വേണ്ടി പ്രിയ കർത്തൃദാസി വളരെ ഉപവസിക്കുമായിരുന്നു. ഇതുപോലെ ഉപവസിക്കുന്ന സ്ത്രീകള് എന്റെ അറിവിൽ വളരെ വിരളമാണ്. ആ കുടുംബത്തിന്റെ വിജയ രഹസ്യം, തലമുറയുടെ വിജയ രഹസ്യം മറ്റൊന്നുമല്ല. ഭാര്യ എവിടെ പോകുന്നു എന്ന് ഭർത്താവിന് അറിയാം. പരസ്പരം സംഭവം നടക്കാൻ പോവുകയാണ്. വരുവാനുള്ളവൻ വരും, താമസിക്കും. എന്റെ നീതിമാൻ താലൂക്കിൽ ഇരവിയൂർ വില്ലേജിൽ വള്ളംകുളം ആരോലിൽ ഭവനത്തിൽ ബ്രദർ കെ.എം. വർഗീസ്, സിസ്റ്റർ സാറാമ്മ വർഗീസ് എന്നിവരുടെ മകൻ ജിബി വർഗീസ് എന്ന യുവാവ്. പ്ലീസ് സ്റ്റാൻഡ്. പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ മലയാളപ്പുഴ വില്ലേജിൽ ചെങ്ങറ ചെരുവിൽ വീട്ടിൽ പാസ്റ്റർ ജോർജ് തോമസിന്റെ ശിവശാമ ജോർജിന്റെയും മകൾ ബ്ലസ്സി ജോർജ് എന്ന യുവതി. പ്ലീസ് സ്റ്റാൻഡ്. ഇവരിരുവരും തമ്മിൽ വിവാഹിതരാകുവാൻ ഇരു സഭകളും, ഇരു ദേശവും, ഇരു ഭവനങ്ങളും അവർ തന്നെയും ഒരുപോലെ സന്മനസ് കാണിച്ച് എടുത്ത unanimous decision of two areas and two churches and also two personalities and two families ചേർന്നുള്ള ഒരു തീരുമാനമാണ്. ഈ തീരുമാനത്തിൽ നിയുക്തരാകുവാൻ അവർക്ക് സാധിച്ചു. അവരുടെ വന്നിരിക്കുകയാണ്. സദസ്സിനോട് ചോദിക്കട്ടെ, ഈ നിൽക്കുന്ന ബ്രദർ ജിബി വർഗീസ് എന്ന യുവാവും ബ്ലസ്സി ജോർജ് എന്ന യുവതിയും തമ്മിൽ വിവാഹിതരാകുന്നതിന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലോ ഇന്ത്യ പെന്തിക്കോസ്ത് ദൈവസഭയുടെ ഭരണഘടനയിലോ മണമക്കളുടെ സഭയുടെ ഭരണഘടനയിലോ ഈ ഇരിക്കുന്ന ഏതെങ്കിലും വ്യക്തിയുടെ വ്യക്തിപരമായ മനസാക്ഷിയുടെ മുമ്പിലോ ഇവരുടെ മനസാക്ഷിയിലോ ഏതെങ്കിലും ഒരു നെഗറ്റീവായ ആശയം ഉണ്ടെങ്കിൽ പറയേണ്ടതാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇവരുടെ വിവാഹം നടത്തി കൊടുക്കുന്നതിന് നിയമ തടസ്സം വല്ലതുമുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയാവുന്നതാണ്, ഇല്ലെങ്കിൽ പിന്നെ പറയാൻ പാടില്ലാത്തതുമാകുന്നു. അപ്രീഷിയേറ്റ് യുവർ കോപ്പറേഷൻ. അതിന്റെ സമ്മതം, മൗനം സമ്മതം എന്ന് കരുതിക്കൊണ്ട് ഞാൻ നിയുക്തരായ ഈ ദമ്പതികളോട് അവരുടെ സന്മനസ്, ഐ ആം ആസ്കിംഗ് ദി ഗുഡ് വിഷ് and your favor and also your submission and also your agreement that was before us. Okay? ഞങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ സന്മനസ് ഇവിടെ വ്യക്തമാകുവാൻ പരിശ്രമിക്കുന്നു. ഓക്കെ, ഞാൻ ബ്രദർ ജിബി വർഗീസിനോട് ചോദിക്കുന്നു, താങ്കളുടെ സമീപത്ത് വലതുവശത്തായിട്ട് നിൽക്കുന്ന ബ്ലസ്സി ജോർജ് എന്ന ഈ യുവതിയെ താങ്കളുടെ ഭാര്യയായി അംഗീകരിക്കാൻ സമ്മതിച്ചിരിക്കുന്നുവോ? യെസ്, സമ്മതിച്ചിരിക്കുന്നല്ലോ. ഓൾറൈറ്റ്. അവളെ as long as you live together, be with her and love her and cherish her and keep her and also protect her, you have the responsibility as a husband. ഇത് മുഴുവനും നിർവഹിച്ച് ഒരു ഭർത്താവായി ഇരുന്നു കൊള്ളാം എന്ന് സമ്മതിച്ച് അവൾക്ക് വലം കരം കൊടുത്ത് shaking the hand, right hand to her now, and are you ready to say the oath or the covenant after me? ഓക്കെ, എനിക്ക് പിന്നാലെ ഏറ്റുചൊല്ലുവാൻ അദ്ദേഹം സന്മനസ് കാണിച്ചിരിക്കുകയാണ്.
നന്ദി, താങ്ക് യു. ഞാൻ സിസ്റ്റർ ബ്ലസ്സിയോട് ചോദിക്കുന്നു, നിന്റെ സമീപത്ത് നിൽക്കുന്ന ജിബി വർഗീസ് എന്ന ഈ യുവാവിനെ നിന്റെ ഭർത്താവായി അംഗീകരിക്കാൻ സമ്മതിച്ചിരിക്കുന്നുവോ? ദൈവം നിങ്ങൾക്ക് നൽകുന്ന നീണ്ട വർഷങ്ങളിൽ അദ്ദേഹത്തോട് ചേർന്ന് ബഹുമാനിച്ച് കീഴ്പ്പെട്ട് അനുസരിച്ച് ഒരു ഭാര്യയുടെ എല്ലാ കടമകളും നിർവഹിച്ചോളാം എന്ന് സമ്മതിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മലങ്കര കൊടുത്ത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഉഭയസമ്മതം ഏറ്റുചൊല്ലുവാൻ കഴിയുമോ? ഗോഡ് ബ്ലസ് യു. Now this is the time, okay? നിങ്ങളെല്ലാവരും ഇരുന്ന് ചിന്തിച്ചല്ലോ. വളരെ പ്രായമുള്ള ബുദ്ധിമുട്ടുള്ളവർ ഇരുന്നോളൂ, ബാക്കിയുള്ളവർ എഴുന്നേറ്റ് നമുക്ക് ബഹുമാനിച്ചു. ഞങ്ങൾ വിദ്യയാണല്ലോ. Pastors also, we will stand together. In the churches we are all standing always. So here we are making such a way. ഒന്നിച്ച് നമുക്ക് ശുശ്രൂഷയെ സമ്മതിക്കാം. മംഗല്യം ശോഭിക്കുവാൻ കരുണ ചെയ്ത എന്നും കനിവുള്ള ദൈവമേ, ഇനി മംഗല്യം ശോഭിക്കുവാൻ കരുണ ചെയ്ത എന്നും കനിവുള്ള ദൈവമേ, നിന്നടിക്കാനാവിൽ വാണി പമ്പൽ പണ്ടലങ്കരിച്ചു, നടിക്കാനാവിൽ വാണി പമ്പൽ പണ്ടലങ്കരിച്ചു, അന്നൊരു സമിഞ്ഞുണ്ടാക്കി എന്നാ പോലും നേരം വന്നു, അന്നൊരു സമിഞ്ഞുണ്ടാക്കി എന്നാ പോലും നേരം വന്നു. ഞങ്ങൾ ഇവർക്ക് വേണ്ടിയുള്ള ഉഭയസമ്മത വാചകങ്ങളുടെ ചൊല്ലിക്കൊടുക്കുകയാണ്. ഈ സമയത്ത് ദൈവമക്കൾ പ്രാർത്ഥനയോടെ ഞങ്ങളോട് സഹകരിക്കണമെന്ന് വിശേഷാൽ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ഈ സമയത്ത് the first part will be the covenant from the bridegroom, and that will be in the public oratory. Okay? ഇപ്പോൾ ഞാൻ പറയുന്ന ഉഭയസമ്മത വാചകങ്ങൾ ബ്രദർ ജിബി വർഗീസ് എനിക്ക് പിന്നാലെ ഏറ്റുചൊല്ലും. എനിക്ക് ചിലപ്പോൾ മലയാളവും ഇംഗ്ലീഷും കൂടെ ചില മലയാളം അദ്ദേഹത്തോട് പറയിപ്പിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. സോ ഓക്കെ, റൈറ്റ്. ഞാൻ പറയുന്ന വാചകങ്ങൾ എനിക്ക് പിന്നാലെ ഏറ്റുക. ജിബി വർഗീസ് ആകുന്ന ഞാൻ I, Mr. Jimmy Varghese, by the will of God and according to the law of this country, according to the biblical law, here shake hand with you, Blessy George, and I take this covenant before the omnipotent God. I will be a faithful husband in all our lives, in our blessings, in our property problems, in our all the life, in richness, in poverty, in sickness, and in health. I will be a faithful husband. I take this covenant in the name of the Father, and of the Son, and of the Holy Spirit. Amen. ഞാൻ പറയുന്ന വാചകങ്ങൾ സിസ്റ്റർ ബ്ലസ്സി എനിക്ക് പിന്നാലെ ഏറ്റുകൊള്ളണം. ബ്ലസ്സി ജോർജ് ആകുന്ന ഞാൻ, ജിബി വർഗീസ് ആകുന്ന അങ്ങയെ എൻ്റെ വലങ്കരം തന്ന് എൻ്റെ ഭർത്താവായി ഇന്നേ ദിവസം അംഗീകരിച്ചു കൊള്ളുന്നു. മരണത്താൽ വേറിടുന്നതുവരെ സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും എൻ്റെ ജീവിത സാഹചര്യങ്ങളിലും അങ്ങോട് മാത്രം ചേർന്ന് ബഹുമാനിച്ച് കീഴ്പ്പെട്ട് സ്നേഹിച്ച് ഒരു ഭാര്യയുടെ എല്ലാ കടമകളും നിർവഹിച്ചുകൊള്ളാമെന്ന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സ്ത്രീയേക ദൈവനാമത്തിൽ ദൈവത്തിന്റെ സഭയുടെ മുമ്പിൽ വെച്ച് ഞാൻ അങ്ങയോട് ഉഭയസമ്മതം ചെയ്തു. ഈ ഉഭയസമ്മതത്തിലെ ദൈവവും ദൈവത്തിന്റെ സഭയും സാക്ഷിയാകും. സപൂരമേ. Mana
of blessing we need. അവസരത്തിലൂടെ കടന്നു വന്ന് പ്രിയ ജിബിയോടും ബ്ലേസിയോടും കൂടെ ഈ മംഗളമായ അവസരത്തിൽ അവരോടുകൂടി ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ തന്ന അവസരത്തിനായി നന്ദിയോട് സ്തോത്രം. എൻ്റെ മാവിയുടെ മകന് കൊച്ചുമകനാണ് ജിബി. അതിലുപരിയായി കഴിഞ്ഞ 18 വർഷമായി സൗത്ത് ഫ്ലോറിഡയിൽ ഞങ്ങൾ ഒന്നിച്ച് താമസിച്ച് അവിടെ പരസ്പരം ഇടപെടുകയും പഴകുകയും ചെയ്യുവാനുള്ള അവസരങ്ങൾ എപ്പോഴും ലഭിക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത് പരിചയമുള്ള പ്രിയ വൈദ്യന്റെ വിവാഹത്തിൽ ഇവിടെ വന്ന് കാണുവാനും സുന്ദരിയായ ഒരു ഭാര്യയെ ലഭിക്കുന്നത് കണ്ട് അവരോടുകൂടെ സന്തോഷിക്കുന്നതിനും എനിക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുകയും അവരോടൊപ്പം ഞാൻ സന്തോഷിക്കുകയും ചെയ്യുന്നു. തുടർന്നുള്ള അവരുടെ ജീവിതത്തിൽ അതേ സന്തോഷകരമായ രസകരമായ നല്ലൊരു ഹ്യൂമറുള്ള ഒരു പയ്യനാണ്. കണ്ടിന്യൂ their humor. I hope that their life will be enjoyable, and I guarantee to bless that she will get never a boring moment. He is very humorous. So enjoy your life. God bless you. My blessing, and also the blessing, the congratulations and വള്ളൂരിക്കുഴി കുടുംബത്തിന്റെ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. പ്രിയ ചരവിൽ കുടുംബത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 40 വർഷത്തിന് മുമ്പ് എൻ്റെ ഫാദറിന്റെ കുടുംബമായി ബന്ധം സ്ഥാപിച്ച ഒരു കുടുംബമാണ്. ഞങ്ങളുടെ കുടുംബത്തെ പോലെ തന്നെ ഞങ്ങളുടെ പ്രദേശത്ത് ദൈവസഭയ്ക്ക് വേണ്ടി, പ്രത്യേക IPCക്ക് വേണ്ടി നിന്ന കുടുംബം. അവരും പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലല്ല, IPCയുടെ പ്രസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളും അറിയപ്പെടുന്ന ഒരു കുടുംബമാണ് മാരാമൺ കുട്ടിയച്ചൻ. അത് എൻ്റെ വല്യപ്പച്ചൻ്റെ സമയം മുതൽ എനിക്കറിയാം. ആ കുടുംബത്തിൽ നിന്ന് ഒരു ബന്ധുത എൻ്റെ മാതാവിൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ കൊച്ചുമകനാണ് പ്രിയ ജിബി. ഇങ്ങനൊരു ബന്ധുത ഇറങ്ങുവാൻ ദൈവം സഹായിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇരു കുടുംബങ്ങളെയും ദൈവ ശുശ്രൂഷയിൽ, ദൈവിക വേലയിൽ അവർ ബന്ധപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന കുടുംബങ്ങളാണ്. ഞങ്ങളും അതുപോലെ തന്നെ ആയിരുന്നു. പ്രിയ ബ്ലെസ്സിയുടെ മൂത്ത മാവി ഞങ്ങളുടെ ഏറ്റവും മൂത്ത സഹോദരനാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അവർ ഇൻഡോറിന്റെ പ്രദേശത്ത് സുവിശേഷകരായിരിക്കുന്നു. അങ്ങനെ വിവാഹാലോചന വന്ന സമയം മുതൽ എനിക്ക് ഏറ്റവും പരിചയപ്പെടുവാനും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഇടയാക്കി. ആലോചന ഞങ്ങൾ കണ്ട സമയം മുതൽ ഇതുവരെയും ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നു. ഉറപ്പിച്ചു ഇന്ന് ഈ മഹത്വമേറിയ ശുശ്രൂഷ ചെയ്യുവാനും ദൈവം ഇടയാക്കാൻ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ എൻ്റെ അമ്മയുടെ മൂത്ത ജ്യേഷ്ഠത്തിയുടെ കൊച്ചുമകനാണെന്ന് പറഞ്ഞല്ലോ. അവർ ഫ്ലോറിഡയിൽ കഴിഞ്ഞ 34 വർഷമായി താമസിച്ച് ദൈവം കൊടുത്തിരിക്കുന്ന കൃപയ്ക്കൊത്തവണ്ണം സുവിശേഷ വേലയും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ പൈതങ്ങളുടെ വിവാഹം കാണുവാൻ എനിക്ക് ഇടയാക്കിയാൽ ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ കുടുംബജീവിതം ഏറ്റവും ധന്യമായി ഈ ഭൂമിയിലായിരിക്കുന്നിടത്തോളം കാലം ദൈവത്തിനും മനുഷ്യർക്കും സഭയ്ക്കും മറ്റു ചുറ്റുപാടുള്ളവർക്കും കൊള്ളാവുന്നവരായി ജീവിക്കാനും എല്ലാവിധ നന്മകളും സ്വർഗത്തിലെ ദൈവം ചൊരിയുന്നതിന് വേണ്ടി ഞാനും എൻ്റെ കുടുംബവും പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ അറിയിച്ചുകൊണ്ട് എൻ്റെ കൃത്യത്തിൽ നിന്ന് നിൽക്കുന്നു. The kingdom shall reign over all the earth. Sing to the ancients today. Then man compare to your precious life. Sing to the ancients today. Our time in heaven and earth shall be your glory. Our knees shall bow at your throne. In worship you will be exalted again. And your kingdom shall not pass away, all ancients obey. Blessing and honor, glory and power, we to the ancients obey. From our nation, all of creation.
കണ്ടാലെങ്കിലും അറിയണമല്ലോ. ഈ അപ്പനെ എടുത്തു കഴിഞ്ഞപ്പോ ഞാൻ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഫുഡ് പോയിസണോ വല്ല കഴിച്ചതല്ലോ വല്ലോ അതൊന്നും വിചാരിച്ചു അതല്ല എന്തോ വയറ് ഓക്കെ. I don't know what's good about this view, but all right. What's panoramic? What do you mean by panoramic? The long looking panoramic. Okay. Okay, nice. Stop. Yeah, that's it. ഞാൻ തന്നെ വന്നാൽ ഇതുവഴി വരാൻ പറഞ്ഞു കൊണ്ടുവരാൻ പറ്റില്ല. നല്ലത് മനസ്സിലായി ഗിറ്റാർ വഴി വരാം. Look what's on the road on the way home. നമ്മുടെ വണ്ടിയാണ് മാത്രമേ. അടിപൊളി അടിപൊളി. ആ ഇവിടെ ഒന്നും നിർത്തി. Beauty of India. The beauty of India. You ain't gotta pay for this. God made this. Then when you turn around and go down the road, you think like that, just chilling. You get out of here. This is your rubber tree. This is your income. You got a lot of land. This is your income. Peace. En route to the house is the road we're taking. This is just one of the many views that we have. That's the clouds coming down on top of the mountain. Okay? And here's the part I love. Right there. You see what I'm talking about? Right in the middle of the mountain. Well, it looks like you can't see. Stacy, come out here, please. This was the problem. Quickly. You put one leg out, right? And then you put the other leg. There you go. Okay, now listen. Everything was falling out. Listen, this was the problem at your graduation. You see the waterfall, right? I'm trying to narrow. You see it right there? I'm trying to get it. So when I go to view in on it, it comes Yeah, like but that. wait Yeah, a few seconds. I'm waiting. It's supposed right. to focus on its own. Hold on. Yeah, it doesn't. That's what happened at your graduation. Oh. I'm sitting there focusing, and I'm like, what? There it goes. Yeah. What'd you just press? I just put it on A. A? Yeah. Oh, okay. Well, that's what happened then at your graduation. Okay. Performance. Mm-hmm. Ah, what the hell did it? Oh my God. Beautiful. 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 Mm-hmm. Step all over my dress. Yeah, and you got a big spot of chicken curry. This is our truck, and we're headed on down the road. You tell me now? All right. Peace out.
Yeah. ഒന്നും കൊണ്ടുവരില്ലേ കുശുമ്പിയാണ്. വേറെ ഇതിനകത്തില്ലയോ ഇതിനകത്ത് ലഡു ഇതിനകത്ത് ഇതിനകത്ത് കപ്പ് കേക്ക് അമ്മയ്ക്ക് പാത്രത്തിനകത്ത് ചവയ്ക്കുന്നതല്ല അമ്മ വല്ലതും പറ. ഇവിടെ അവരൊരു വാങ്ങി തിരുന്ന അന്നേരം വാങ്ങി തിരുന്ന അന്നേരത്തേക്ക് അവിടെ വാങ്ങിക്കുള്ളൂ. എന്താ പറയാനാ? അതേസമയം പള്ളിക്കുറിയിൽ നിന്ന് വരുന്നവർ എന്നാ സ്നാനപ്പെട്ടെന്ന് പറഞ്ഞു? സ്നാനപ്പെട്ടിട്ട് 10-15 വർഷമാണ്. 10-15 വർഷമായോ? പിന്നെ പണ്ടം കണ്ട് സ്നാനപ്പെട്ടെന്ന് പറഞ്ഞു? പണ്ട് അമ്മയൊക്കെ കൊച്ചിലെ തള്ള കൊച്ചിലെയൊക്കെ മരിച്ചു പോയതാണ്. എൻ്റെ 1 വയസ്സിൽ എൻ്റെ അമ്മ മരിച്ചു. എന്നിട്ട് അമ്മയുടെ വീട്ടിലാണ് വളർത്തിയത്. കാരണന്മാരിൽ അമ്മച്ചൻ്റെ 10-15 ഏക്കറൊക്കെ ഉള്ളവരുടെ വീടായിരുന്നു. എൻ്റെ അപ്പച്ചൻ്റെ വീട്ടിൽ ഇപ്പോഴും 15 ഏക്കർ സ്ഥലമുണ്ട്. പാപ്പന്മാരെല്ലാം താമസിക്കും. അതെല്ലാം പാപ്പന്മാരൊക്കെ ഉണ്ട് അല്ലയോ? ഇല്ലയോ? പാപ്പന്മാരെല്ലാം അത് കഴിക്കലായി. ആ കഴിക്കലാക്കിയില്ല. അപ്പനും അത് വീതം കിട്ടി. രണ്ടാനും അതെല്ലാം വിറ്റു. എൻ്റെ അമ്മ എൻ്റെ 1 വയസ്സിൽ മരിച്ചു. എനിക്ക് ഓർമ്മയില്ല അമ്മയുടെ വീട്ടിൽ വളർത്തി. അമ്മയെ ഓർമ്മയേ ഇല്ലയോ? ഓർമ്മയില്ല. 1 വയസ്സിൽ അങ്ങനെ ഓർക്കുന്നു. 2 വയസ്സൊക്കെ ആയി കഴിഞ്ഞു. ഏതായാലും കൊല്ലാതൊക്കെ വളർത്തിയല്ലേ. അമ്മയുടെ അമ്മയുണ്ടായിരുന്നു. അന്നേരം അങ്ങനെ അന്നേ അങ്ങ് ചത്തുപോയിരുന്നെങ്കിൽ അമ്മാച്ചന്മാര് 3 പേരുണ്ട്. അനുഭവിക്കാനൊക്കെ ഇങ്ങനെ ഇങ്ങനെ നടക്കാനൊക്കെ. ഇങ്ങനെ നടക്കാനും പോകും. ദൈവം നടത്തുന്നു. ഞാൻ ദൈവത്തെ ഒന്നും ചെയ്തിട്ടില്ല. ഒരു മനുഷ്യൻ്റെ ഉടുത്ത തുണി വാർത്തെടുത്തിന് വേണ്ടി വന്നാലും എല്ലാരും ഇങ്ങനെ ഉടുക്കുന്ന തുണിയല്ല അല്ല വാർത്ത തിന്നാലും ഞങ്ങളാരും അങ്ങനെ തിന്നാൻ പറ്റുമോ? അങ്ങനെ തിന്നാനോ ഈ ഊക്കാത്ത കാര്യം എന്തിനാ പറയുന്നത്? ഒക്കാത്ത കാര്യമല്ല. അങ്ങനെ പ്രയാസം വന്നാലും ഒരു മനുഷ്യൻ്റെ ഒരു സാധനം മോഷ്ടിച്ചെടുക്കണം. എൻ്റെ അപ്പൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞോ? നമുക്ക് വേണ്ട 15 ഏക്കർ സ്ഥലം ഞാൻ ജനിച്ചത്. കപ്പ് കേക്ക് വേണം. കപ്പ് കേക്ക് കുഞ്ഞവനൊക്കെ എവിടെയാ? കുഞ്ഞുവന് ഡൽഹിയിൽ. കുഞ്ഞുമാനും ജോലിയുണ്ടോ? ജോലിയുണ്ട്. വേണ്ട അതെ. മതി. അത് തിന്നില്ലല്ലോ. അത് തിന്നില്ല. ഇത് തിന്നപ്പോഴേ മതി. ഇല്ലാമോ അത് കണക്കൊക്കെ ഉണ്ടോ? ആ അവ വന്നപ്പോഴേ അവൾ കുജിപ്പിയാന്നും പറഞ്ഞ് അവളെ വേണമെങ്കിൽ കരുതിച്ച ഞാൻ കുറിച്ചപ്പോൾ അവരെ അവൾ അകത്തേക്ക്. അതിനിടയിൽ അമ്മച്ചിയോട് എന്തോ പറഞ്ഞു. അവൾ ബെഡ്റൂമിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് പോകുന്നു. അകത്ത് ലൈറ്റിട്ടു. പ്രകാശം പരന്നു. അവൾ കയ്യിലുള്ള പൊതികൾ മേശപ്പുറത്തേക്ക് വലിച്ചെറിയുന്നു. ഹാൻഡ് ബാഗ് എടുത്ത് കട്ടിലേക്ക് എറിയുന്നു. പിന്നീട് അവൾ പിന്നീട് അവൾ ഞാൻ നോക്കാം. നീതാ വ്യക്തമായിട്ടൊന്നും കാണില്ലേ? നീതാ ഞാൻ നോക്കാൻ പറഞ്ഞില്ലേ? നീതാ ഞാൻ നോക്കാം. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വാങ്ങിക്കൊണ്ടിരിക്കുക. നേരത്തെ വ്യക്തമല്ല നോക്കാം. വ്യക്തമാണ്. എന്തുകൊണ്ട്? അത് പിന്നെ പറയാം. ഇതെന്തോ പണ്ടും നിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് കൂട്ടിയിട്ടുണ്ടോ? ഇറണയ്ക്ക് അച്ചിട്ടോ? നീ എന്തോന്ന് കണ്ടത്? എന്തോന്ന് കണ്ടത്? എന്തോന്ന്? എന്തോന്ന്? ഫുൾ നേക്കഡ്. പോടാ. ഫസ്റ്റിടെ ഫുൾ നേക്കഡ് ഒന്നും കാണാൻ പറ്റില്ല. കണ്ട് സത്യം സത്യം സത്യം
അല്ല ഈ പകലെന്തിനാ പൂട്ടുന്നത്? അമ്മമ്മോ അറിയൂ എത്ര കാലം കൂടെ കാണുന്നില്ലയോ? മൂത്ത മോനെ ഞാൻ എപ്പോഴും പറഞ്ഞോണ്ട് എനിക്ക് 4 വയസ്സുള്ളപ്പോ കേട്ടത്. 4 വയസ്സില്ലായിരുന്നു, 2 വയസ്സേ ഉള്ളു. 2 വയസ്സുള്ളപ്പോഴല്ലേ നമ്മള് അന്നോ 2 വയസ്സ് പോകുമ്പോ 2 വയസ്സേ ഉള്ളു. 2 വയസ്സ് തികഞ്ഞില്ല. 2 വയസ്സ് 2 വയസ്സ് കഴിഞ്ഞു. 2.5 വയസ്സ് 2 വയസ്സും 2 മാസമായപ്പോഴാണ് വെയിറ്റ് ചെയ്യണം. വല്ലതും കേടില്ല. എല്ലാം കേടാ, തൊടാൻ വയ്യ. അങ്ങോട്ട് കേറാം, ഞാൻ പറയാം. അതൊന്നും ഉപയോഗിക്കത്തില്ല. അങ്ങോട്ട് കേറത്തല്ല, കൊണ്ടല്ലേ അങ്ങോട്ട് കേറുന്നുള്ളൂ. കണ്ടിട്ട് പിന്നെ അവനെ കണ്ടിട്ടില്ലേ? നിങ്ങളൊക്കെ കാണുന്നതിന് മുമ്പ് ഞാൻ കണ്ട. എപ്പോഴാണെന്നറിയാമോ? ചെറുതായപ്പോ അന്നും കണ്ടു പിന്നെന്താ ഉണ്ട്? ഒന്നുമില്ല, സുഖം. കൊച്ചപ്പനെ കണ്ടിട്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇരിക്കുന്നു. ഞാൻ അമേരിക്കയ്ക്ക് പോയില്ലല്ലോ, അല്ലെ പിന്നെ വ്യത്യാസപ്പെട്ടേന്. ചെറിയൊരു വയറുണ്ടെന്ന് ഗൾഫിലായിരുന്നു കുറച്ച്. ഞാൻ പിന്നെ വയറും കണ്ടിക്കായിരുന്നു. ചുവ എടുത്തോടി. എന്നെ കണ്ടിട്ടുണ്ടോ? നിന്നെ കാണാനില്ല, ഇങ്ങോട്ട് ഇറങ്ങിയ. നിന്റെ പേരില് സ്റ്റാസി എന്ന് പറയും. സ്റ്റേസി. ഇവന്റെ പേരെന്തോ? ഇത് ലീലാമ്മയുടെ മോനെ. ആ മറ്റേ ഇതൊക്കെ ഒന്നിച്ച് താമസിച്ചോ അവിടെ? അതിന് മുമ്പേ പോയോ? അതിന് മുമ്പേ പോയോ? ഞാന് 74. നിങ്ങളിവിടെ വരുന്നു എന്നുള്ള ഇതുകൊണ്ടാണ് ഞാൻ നിന്നത്. അല്ലെങ്കിലേ വീട്ടിൽ പോകേണ്ടതാ. ജോറി കുട്ടി എന്നാണ് പവന്റെ അമ്മയില്ലയോ? ഞാൻ ഓർക്കുന്നുള്ളൊരു പിന്നെ നാരങ്ങ അച്ചാറൊക്കെ കൊടുത്തു വിട്ടത് അവിടെ ഉറപ്പിച്ചാന്നോ? പിന്നെ ഇരിക്കെ മക്കളെത്രയാ ബാബു? 3 പേര്. ഇത് മോള്, അത് ഇളയത്. അവര് 2 പേരുവാ. അച്ഛൻ ഇരിക്കും. ഇതാ മൂത്ത മോള്. ഓരോരുത്തര് സംസാരിക്കണം, വെറുതെ പടം എടുക്കുമല്ലേ ഏതാണ്ട്. അത് കൊള്ളത്തില്ല. അത് ചോദിച്ചാലല്ലേ ഞങ്ങൾ അങ്ങോട്ട് മറുപടി പറയാൻ. എന്തുവാ ചോദിക്കട്ടെ? എന്റെ അടുത്ത് വല്ലതും പറയാനുണ്ടോ? ആർക്കെങ്കിലും പറയാനില്ല. കേട്ടോ? അല്ല, ചോറുണ്ടിട്ട് വയറ് നിറഞ്ഞവരാരുണ്ട്? വയറ് നിറഞ്ഞവരാരുണ്ട്? അതെന്തോ മോളിന്റെ കുറ്റം പറയാണോ? അല്ല, ചോറുണ്ടിട്ട് എല്ലാരും ഉണ്ട പോലെ ആയില്ലയോന്ന് ചോദിക്കുന്നത്. എല്ലാരും ഉണ്ട പോലെ ആയി. നമ്മ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഓരോ സ്പൂൺ കഴിച്ചാൽ. എന്റെ പുസ്തകം ഞാൻ ഇവിടെ കൊണ്ടുപോയി. അത് നല്ല പുസ്തകമാണ്. എന്റെ ശബ്ദം എല്ലാം അതിനകത്ത് വന്നു. എന്ത് പറഞ്ഞാലും കിട്ടും. എവിടെ പിന്നെ അത് വെച്ചില്ലല്ലോ കാണുന്നത്. ആര് വെച്ചാല് കാണാൻ? ജോയിക്കുട്ടി ആന്റി അവിടെ ചെല്ലുമ്പോ കാണാൻ പോന്ന ഏത്? അതിനെന്താ വില കൊടുത്തു? അത്രേ ഉള്ളൂ. ഇത് പക്ഷെ ഇന്ത്യൻ കാണാൻ വരുമോ? പിന്നെ അല്ലാതെ എല്ലാരും കാണാൻ വരും. പറ വല്ലതും പറയാനുണ്ടെങ്കിൽ നല്ല ഓണായി കിടക്കുക. ഒരുപാട് സ്റ്റഡി ചെയ്യാനുണ്ട്.
അല്ല അത് കുറച്ചൊരു ഒന്ന് അറിയാവുന്നവർക്ക് അല്ലാത്തവർക്ക് അത് വായിച്ചാൽ മറുപടിക്ക് വെയിറ്റ് ചെയ്യണ്ട അത് പറ. സജിത്ത് എങ്ങനെ ഉണ്ടെന്ന് നന്നായിരിക്കുന്നു. സജിത്ത് നന്നായിരിക്കുന്നു. സീറ്റിയോ ഇപ്പോ ഇവിടുന്ന് പോയത് വണ്ണം കുറഞ്ഞു. അവക്ക് യാതൊരു കുഴപ്പവും ഇല്ല. ഇവിടുന്ന് പോയ പിന്നെ ഇപ്പം കടുങ്കാപ്പി കുടിക്കുന്നില്ലെന്ന് പറഞ്ഞു. ഇവിടുന്ന് പോയ പിന്നെ അവക്ക് യാതൊരു അസുഖവും ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പം ധൃതിയായിട്ട് വന്ന് പഠിക്കുവോ അണ്ട് ജോലിക്ക് പോകാനും ഒക്കെ ഉള്ള ധൃതിയാണെന്നൊക്കെ പറയുന്ന കേട്ടോ. സണ്ണിക്കുട്ടിയോ അവന് പിന്നെ രാത്രി ജോലി കഴിഞ്ഞ് രാത്രിയില്ല ജോലി. അല്ല മോൻ പറയുന്ന കേട്ട് ഇന്നാളെ വന്ന കൂട്ടത്തിൽ ഇങ്ങോട്ട് ജോലി കഴിഞ്ഞ് വന്ന കൂട്ടത്തിൽ ആ 2 റോഡിൽ മുന്നേ നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെ മുഖം തിരിച്ചു പോയപ്പോൾ അവൻ പേടിച്ചു പോയെന്നൊക്കെ പറയുന്നു. ഇവിടെങ്ങാടത്തെ കഥയാണ്. ആണ്ട് കുട്ടിച്ചാത്തനൊക്കെ ഈ ഞാനോർത്ത് അവിടുത്തെ കഥയായിരുന്നു. സണ്ണിക്കുട്ടിയുടെ അനിയനാണ് അവിടെ കണ്ട ആരാണ്ടെ കൊണ്ടുവിടാമോ. പേടിച്ചു പോയി. പിന്നെ വണ്ടി ഓടിച്ചം കൊണ്ടുപോയെന്നും ഒക്കെ പറഞ്ഞു. മോളിയാൻറ്റിക്ക് വല്ലതും ഉണ്ടോ? വല്ലതൊക്കെ പറ. ജോയിക്കുട്ടി എങ്ങനെയുണ്ട്? അമ്മ പറഞ്ഞത് മാത്രമേ അതിന്റെ ഉത്തരം കേട്ടാൽ മതി. എനിക്ക് വേറെ അല്ല ഇതിനകത്ത് നിന്റെ ശബ്ദം കേൾക്കാനാ. ശബ്ദം കേട്ടല്ലോ അതുകൊണ്ടല്ല. എന്നെ പറഞ്ഞ ഈ ശബ്ദം കേട്ടാ അവിടെ ഞാൻ കരുതുണ്ടോ? അവിടെ കരുതിയുണ്ട്. അത് കേട്ടും പറിച്ചോണ്ട് പോകുന്നു. അപ്പത്തിന് വല്ലതും ഉണ്ടോ പറയാൻ? എന്നാലേ മുഖം കിട്ടത്തുള്ളൂ. എന്തായാലും ഒന്നും പറയാനില്ല. അങ്ങോ പറയുന്നു. ഇപ്പം വല്ലതും പറയാനാണ്. ഇപ്പം വല്ലതും പറഞ്ഞാലേ ശോഭിക്കുകയില്ല. അതുകൊണ്ട് പറയാതിരിക്കുക ഏറ്റവും നല്ലതാണ്. അപ്പൊ ഇതിനകത്ത് ശബ്ദം കേൾക്കുന്ന എങ്ങനെയാ? ഇതിനകത്ത് ശബ്ദം കേട്ടില്ലയോ? എടി അവിടെ പ്ലാവ ചക്കയൊക്കെ ഉണ്ടോ? എടി പ്ലാവ് മാങ്ങ അവിടെ ഉണ്ടാകുന്നത്. ഈ ബാബുക്കുട്ടിയുടെ വായിക്കാട്ട് ഞാനൊരു കൈതയുടെ മുടി കൊണ്ട് കുഴിച്ചു വെച്ചായിരുന്നു പോകുന്നത്. അത് പോയാ എന്ത് ചെയ്യുന്ന ഒരു കൈതച്ചക്ക വാങ്ങിച്ചപ്പോ അതിന്റെ മുടി ഞാൻ അവിടെ ഉപ്പും പെപ്പറും എന്തോ അതുകൊണ്ടോ അവരും എല്ലാരും കൈതയോ എല്ലാം കുഴിച്ചു വെക്കൂ. എടി സ്റ്റേസി എങ്ങനെ ഉണ്ടടി? അല്ല ഞാൻ എപ്പോഴും സീറ്റ് അത് സ്റ്റേജ് വരുമ്പോ സ്റ്റേജ് എന്ന് പറയാം. പിന്നെ കുറെ കഴിയുമ്പോൾ സീറ്റിയുടെ കാര്യം പറഞ്ഞാൽ ഇതും സ്വീറ്റ് ആയിക്കോളും. എന്നെ വിളിച്ച് സ്വീറ്റ് ലീലാമ്മ അവിടെ വരുമ്പം പിന്നെ ഇനിയും എങ്ങനെയൊക്കെയാണ് പിന്നെ അകലെയുള്ള ഒരാളുടെ കാര്യം പറയും. ഇവിടെ ഉള്ള ആളുടെ കാര്യം പറയും. ഇവിടെ ഉള്ള ആളുടെ കാര്യം അകലെയുള്ള ആളുടെ പേര് പറഞ്ഞു. ഇതാണ് സ്വഭാവം. പിന്നെ മക്കളുടെ 4 പേരുടെയും പേര് പറയും. ആൺപിള്ളേരുടെ കാര്യം പറയും. ബാബുക്കുട്ടിയുടെ പറയും. അത് ബിനുവിന് വല്ലതും പറയാനുണ്ടോ? സജിത്ത് സീറ്റി ആന്റിയോട് വല്ലതും പറയാനുണ്ടോന്ന് പറയാൻ ഇതിൽ കൊണ്ടുവന്ന് കൊടുക്കും. ഞാൻ ചേച്ചിയോട് നിന്റെ കാര്യമൊക്കെ ചോദിക്കുമെന്ന് ചോദിച്ചേ. ഇതിൽ നോക്കി പറ. അതെ നോക്കി പറ. സൈത ചാച്ചന് നിന്റെ ശബ്ദം വാ വെച്ച് പറ. എന്തെങ്കിലും സൈത ചാച്ചൻ എന്റെ കാര്യം വല്ലതും ചോദിക്കുമെന്ന് ചോദിച്ചേ. മോന്റെ കാര്യം ചോദിച്ചേ. അടുത്ത് വരണ്ട. നീ ഇനി പറ. കാര്യം വല്ലതും പറയുമോ? ജോയി അമ്മച്ചി ഞങ്ങളെ മറന്നോന്ന് ചോദിച്ചേ. ഞങ്ങളെ മറന്നോ? നിന്നെ കാണാൻ പറ്റത്തില്ല ഇനി. This is a nice house.
Nemo. Sara. അമ്മാവിയാണ്. ഞാൻ ഈ കുടുംബത്തിലെ അല്ല. ഈ കുടുംബത്തിലേ ഇരിക്കെ ഞാനാണ് ഇരിക്കണ്ടെന്നാണോ പറഞ്ഞത്? നിങ്ങൾ അയ്യോ അമ്മാവി അമ്മക്ക് ഇവിടെ ഇരിക്കണമെന്ന് പറയണമെന്നത് അങ്ങനെയൊക്കെ ഇരിക്കുമല്ലോ. അത് ശരി. പിന്നെ എന്താ വിശേഷം? ഓ എന്താ വിശേഷം പറയാനാ? എന്റെ മോൻ സുബി അമേരിക്കയിലുള്ള അതെ അവനെ കണ്ടിട്ടില്ലയോ? ഇത് മോള് സ്റ്റേസി, ഇത് ഇളയ മോൻ ടോണി, അത് സൂസൻ, ഇത് മോള് കുട്ടി. എന്നെ കണ്ടിട്ടില്ലയോ? ആ ഇവിടെ ഞാനിപ്പോ ഓർക്കുന്നത് അപ്പൊ ഞങ്ങളെ ഓർക്കുന്നോ? ചോദിച്ചാൽ ഇപ്പോഴേ ഞാൻ എത്ര നാളായി കണ്ടിട്ട്. അതല്ലയോ ശരി. അവിടെ തന്നെ അച്ഛൻ്റെ അടുക്ക തന്നെ എന്നിട്ട് അവരാരും ഒന്നും പറഞ്ഞില്ല നിങ്ങൾ വരുന്ന കാര്യമൊന്നും. പറഞ്ഞില്ലയോ? ആ എപ്പോഴാ ഇവിടെ വരുന്നെന്ന് അറിയാമായിരുന്നു. Who's that, Johnson uncle? ഞാൻ വിളിച്ചായിരുന്നു. Dodson uncle met Bill Clinton. Yeah. Swanich and uncle, we know them. Who's that coming? Really good. അവയ്ക്ക് വല്ലതും പറയാനുണ്ടോ അച്ഛൻ്റെ അടുത്ത്? വല്ലതും പറയാനുണ്ടോ അച്ഛൻ്റെ അടുത്ത്? വിളിക്കാൻ പറയുകയും അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? സുഖമാണോ? കുഴപ്പമില്ല. ആ ഇവിടെ അമ്മച്ചിയുടെ ഹസ്ബൻഡ് ഇല്ലയോ? ആയിരിക്കും. 75 വയസ്സുണ്ട്. ഓ ഇവിടെ ഉണ്ടോ? ഞാൻ എനിക്ക് ഓ 75 വയസ്സ്. ആ ഇവിടെ വരുന്നോ? ಏನೋ ಡ್ಯಾಡಿ ಬಾಡಿ ತಾತಿಲ್ಲ. കണ്ണിന് നല്ല കാഴ്ചയാണല്ലോ. ഇതെന്തോ വിചാരിച്ചേ? മുറുക്കനല്ല, കൈക്കളവനായതേ അപ്പുറത്ത് കൈ ഓർക്കണ്ടിയാ. It's not a big deal. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നേ. എന്ന് വന്നു 2 ആഴ്ചയായി. എന്റെ ഭാര്യ, അതിന്റെ ഇളയ മോൻ, ഇത് മോള്, അത് മൂത്ത മോന്, ഒരു മോനുള്ളൂ. ഇത് അമ്മച്ചിയുടെ ഓൾഡർ ബ്രദർ. ആര്? ബാത്റൂമിൽ പോകാനായിരിക്കും. എവിടെ അറിയുമോ? അറിയുമോ? Which one? This right here, this is the cave. This is the one. Every thing on the wall was falling. I swear to God, the whole wall was moving. Now there's nothing here. They repainted it, I think.
മോനെ എന്താ പറയുന്നത്? എവിടെ വന്നു റാണി വന്ന് നീ അവര് പിള്ളേർ നിൽക്കുമായിരിക്കും അങ്ങ് എത്തിയില്ലയോന്ന് ചോദിച്ചു. ഇപ്പൊ ഞാൻ വിളിച്ചു ചേത്തോടിന്, ഇപ്പൊ വിളിച്ചു. എനിക്ക് ഇന്നലെ മുതൽ വൈകിട്ട് പോലും ഫോണില്ലായിരുന്നു. അപ്പൊ ഇപ്പൊ വിളിച്ചപ്പം ഇവിടെ അങ്ങ് വരാറായിക്കാണ്. ഒരു കസേര അവിടെ ഉണ്ടായിരുന്നു. ഇതിനേക്കാളും കൂടുതൽ സ്ഥലം ഉണ്ടെന്നാണ് ഓർമ്മ. അത് ഞാൻ കുഞ്ഞായിരുന്നോണ്ടാണ്. ഇതിനപ്പുറം അങ്ങോട്ട് നമ്മളന്ന് ഒരു 10-35 കൊല്ലത്തിന് മുമ്പ് വിളിച്ച് ഇച്ചിരി ഒന്ന് മാറ്റി. മറ്റേ ഇങ്ങനെ നെടുനീളെ അങ്ങോട്ട് പഴയ രീതി കിടക്കുമായിരുന്നു. കുച്ചിരി പല്ലൊക്കെ ആയാലോ? ഇല്ലയോ? പഴയതാണ്. അപ്പൊ അപ്പോഴേ നല്ല പല്ലായിരുന്നല്ലോ. പിന്നെ എന്തുകൊണ്ട് വിശേഷം? വെരി സുഖമായിരിക്കുന്നു. ഒരുമാതിരി. ഇപ്പൊ അവരുടെ കൂടെ പോയിരിക്കുക, മരിച്ചെടുത്ത് പോയിരിക്കുക. ഇത് ഇവിടെ വന്നിട്ടേ പോവുള്ളോ? അത്രേ ഉള്ളു. റജിയുടെ കൊച്ച്. എന്തോ മോന്റെ പേര്? മോന്റെ പേരെന്തുവാ? പേര് പറ മോനെ. കൈയും പറിച്ചിരിക്കുക. കൈ മുറിഞ്ഞോ? എന്തിയെ? കൈ മുറിഞ്ഞ് ചക്ക അരിഞ്ഞ് ഞാൻ. അയ്യോ. ബാബുക്കുട്ടിയുടെ ഫോൺ വന്നപ്പോ ഫോൺ എടുത്ത് ഞാൻ ആ നേരത്തിന് കൈ മുറിച്ചു. അയ്യോ, കൈ മുറിഞ്ഞോ? ചോര വന്നു? ചുമന്ന ചോരയാണോ വന്നത്? അത് ശരി. ഉടുമ്പലോ ചോര വരണ്ടല്ലോ. മോന്റെ പേരെന്തുവാ? പറ മോനെ. മോന്റെ പേരെന്തുവാ മോനെ? മോന്റെ പേരെന്തുവാ? ക്യാമറയിലോട്ട് പറ. പേരെന്തുവാ? പറ. എന്റെ പേര് പറ. Relaxing, huh? Relaxing. Yeah, didn't get the one. Sorry. He's still in Houston? Yeah. So now you're an Indian citizen now. You can't even go back. You can't go back? So if you wanted to go back, what would you have to do? Put in for a visa? Try again? And you have to wait, what, 10 years? Like everyone else? Oh my God. Oh my. പക്ഷെ അവരുടെ മുഖത്ത് കണ്ടിട്ടല്ലേ അപ്പം അസുഖമായിട്ട് കിടന്നു ഉറങ്ങി കിടക്കുന്നു. കണ്ടാ പറയത്തില്ല. ചപ്പാത്തി എൻജോയ്. കപ്പ എൻജോയ്. അവത്തേലാണോ ശബ്ദം കേട്ടെ?
വേറുണ്ടോ? പിടിച്ചോണ്ടിരിക്കുക. വേറുണ്ടോ? ട്രെയിൻ വലുതായി. നിനക്ക് ഇപ്പം എത്ര വയസ്സുണ്ടോ? 10. ഫോണിക്ക് 11. എന്തുവാ നമ്മുടെ അന്നേരം എനിക്കൊരു പിങ്ക് സാരി മിനി തന്നതാണ്. എന്നും പറഞ്ഞൊരു പിങ്ക് സാരി എടുത്തിട്ട് പറഞ്ഞ് നീ ഇതെടുത്തോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് ഇഷ്ടംപോലെ സാരി, ഞാൻ എനിക്ക് എന്തിനാ എനിക്ക് അമ്മമ്മയ്ക്ക് മിനി തന്നതല്ലേ അമ്മമ്മയ്ക്ക് ഓർമ്മയ്ക്ക് ആയിട്ടിരിക്കട്ടെന്ന് പറഞ്ഞു. ഞാൻ വാങ്ങിച്ചില്ല. ഇപ്പം ഞാൻ ഓർക്കുന്നത് അതിങ്ങ് വാങ്ങിക്കേണ്ടിയായിരുന്നു. എനിക്ക് ഓർക്കാൻ എനിക്കെന്നും ഓർക്കാൻ ഞാൻ പറയും എനിക്ക് ഇത് എന്തിനായിരുന്നു ഇതിനായിരുന്നു ഒരാശുപത്രിയിലോട്ടൊന്ന് വെച്ചാൽ അതിന് കൈ ഒന്ന് കാണിക്കാൻ കൊണ്ടുപോയതാ. ഫ്രണ്ട്സാകാൻ അവരുടെ കൂടെ ആശുപത്രി പോയി. എൻ്റെ അച്ചാച്ചൻ, എനിക്കൊരു അച്ചാച്ചനുണ്ട്. അച്ചാച്ചൻ്റെ കൈക്ക് ഇച്ചിരി ഒരു പൊട്ടലുണ്ട്. അങ്ങോട്ട് ചെന്നൊരു ഉമ്മ കൊടുക്കാം. അമ്മച്ചേക്കാളും നീളം ഉണ്ടാവും.
കാണാം കാണാം. എന്തോന്നായിരുന്നു അതിന്റെ പേര്? ഉഴുന്നുവട. ഉരുന്നല്ല, ഉഴുന്ന്. പിന്നെ അത്രയൊക്കെ അറിയാം. എല്ലാവർക്കും ആ പാട്ടായേ ഉള്ളൂ ഇപ്പൊ. അതും കേട്ടോണ്ടാ. അതിന്റെ ബാക്കി നീ പാടാ. എന്നിട്ട് ഇതിന് മുമ്പിൽ വാ. ആർക്കാ കൂടുതൽ ഒരു പാട്ട് പാടാം. വേണ്ട, അത് നീ ഓടിക്കാറാവില്ല, ആവുമ്പോ ജോസിയും ജസ്ലിയും. ജസ്ലിക്ക് വേറെ പാട്ട് അറിയാമോ? ജസ്ലിയെ ഓരോ വരിയൊക്കെ അറിയാം. 3 വയസ്സാകത്തില്ല, ജൂലൈയിലാകത്തേ ഉള്ളൂ 3 വയസ്സ്. ഇത്രയും സംസാരിക്കുന്നല്ലോ. അവിടെ 3 വയസ്സായാലും സംസാരിക്കാത്ത പിള്ളേർ. ഇവിടെ ഭയങ്കര സംസാരാ. പക്ഷേ നിന്നെയല്ല പിടിക്കുന്നത്, കാരംസ് ബോർഡല്ല. ഇല്ല, നിന്റെ പടം ഇതിലില്ല. ബോർഡേ ഉള്ളു, കണ്ടോണേ. ബോർഡ് മാത്രമേ ഉള്ളു, വേറെ ഒന്നുമില്ല. കണ്ടോ? നിന്റെ കൈ കാണാം, അത്രേ ഉള്ളു. നിങ്ങൾ കളിക്കുന്നതാണ് ഞാൻ എടുക്കുന്നത്. അപ്പോ ശരി. നിനക്കത് അടിക്കത്തില്ല. അതവിടെ തന്നെ പോയി. നിയമം ലോ ഈസ് ലോ. ഞാനാ കളിക്കണ്ടേ? നിനക്ക് അടിക്കത്തില്ല. ഇനി അടിക്കാം. ഓക്കെ, അവന്റെ നീ അടിക്കാം. കണ്ടോ? ബോർഡ് മാത്രമേ ഉള്ളൂ. നീ കുനിഞ്ഞു നോക്കിയാൽ കാണും. നിന്റെ കൈ മാത്രമേ ഇപ്പം കാണത്തുള്ളൂ. നിന്റെ തല ഒട്ടും കാണത്തില്ല. ഇപ്പൊ ഒട്ടും കാണും. എന്തോ അതിന് അന്നേരം എനിക്ക് കാണാൻ പറ്റത്തില്ല എന്തോ കിട്ടുന്നതെന്ന്. അന്നേരം നിന്റെ മുഖം കിട്ടിപ്പോയാ കുഴപ്പമില്ലയോ? അല്ല, അവന്റെ മോൻ കിട്ടുന്നുണ്ടോ? ഇല്ലെന്ന് ചെവിന് മോഹം അങ്ങ് കാണില്ലേ? അയ്യോടാ, അതിന്റെ ഇടയ്ക്ക് അത് വേണം. അതായത് ബൈബിൾ വായിക്കും.
class. Coleslaw sandwich. Look how they try to trick you. They said there's chicken in here, right? Kabam. Do you see any chicken in there? No. No, you don't. Economy class. Smell your napkin. Smell your napkin. They wash these and fold them back and put them in the plastic. Mmm. Kasham and Uli. It's called Kasham. Kasham and Ole. Alright, time to play cards. Cut that thing off. Tony, watch the pretties, okay? Bad. I don't think you could do that. What? Take the airport. It's like a threat. What are they gonna do, sue me? I don't know that y'all. Yeah. Me too. Since yesterday. I didn't. Not in shopping. I didn't go. Was it London? ഞാൻ ഈ അബുദാബിയാണ് വെയിറ്റ് ചെയ്യും അത്ര നേരം അബുദാബിയാണ് ഇന്ന് ചെന്ന ഹോട്ടലുണ്ട് നല്ല ടിപ്ടോപ്പ് ടോയ്ലറ്റ് പേപ്പറുണ്ട് സീറ്റിന് മണ്ടയായിട്ട്